പ്രകാശ സംശ്ലേഷണം എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 9th സ്റ്റാൻഡേർഡിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന ഈ ചാപ്റ്ററിലാണ് പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ ജീവധർമ്മങ്ങൾ നിർവഹിക്കാൻ ഊർജം കൂടിയേ തീരൂ. സൂര്യനിൽ നിന്നും ലഭിക്കുന്ന സൗരോർജമാണ് ഭൂമിയിലെ ഊർജത്തിൻ്റെ മുഖ്യ ഉറവിടം. നമ്മുടെ ഈ ഭൂമിയിലെ ജീവലോകത്തെ നിലനിർത്താൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെയാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സസ്യങ്ങൾ ഈ പ്രക്രിയയിലൂടെ സൂര്യനിൽ നിന്നും ലഭിക്കുന്ന സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ജന്തുക്കൾക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്ന ഈ സൗരോർജത്തെ നേരിട്ട് ഉപയോഗപ്പെടുത്താനുള്ള കഴിവില്ലാത്തതിനാൽ അവ ഊർജത്തിനായി നേരിട്ടോ അല്ലാതെയോ സസ്യങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന ഹരിതസസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം പ്രധാനമായും നടക്കുന്നത് ഇലകളിലാണ്. ഈ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന കോശാംഗങ്ങളാണ് ഹരിതകണങ്ങൾ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. ഇലയിലെ ഒരു ചതുരശ്ര മില്ലിമീറ്ററിൽ ശരാശരി 5 ലക്ഷം ഹരിതകണങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇലയുടെ മുകൾ ഭാഗത്താണ് അടിഭാഗത്തുള്ളതിനേക്കാൾ കൂടുതൽ ഹരിതകണങ്ങൾ കാണപ്പെടുന്നത്. അടുത്തതായി നമുക്ക് ഈ ഹരിതകണത്തിൻ്റെ ഘടന ഒന്ന് നോക്കാം. ഇരട്ട സ്തരം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോശാംഗമാണ് ഹരിതകണം. ഈ ഹരിതകണത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്നറിയപ്പെടുന്നത്. ഹരിതകണത്തിനകത്ത് കാണപ്പെടുന്ന ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിട്ടുള്ള സ്ഥിരപാളികളെയാണ് ഗ്രാന എന്ന് വിളിക്കുന്നത്. ഈ ഗ്രാനയിൽ കാണപ്പെടുന്ന ഓരോ സ്ഥിരപാളിക്കും പറയുന്ന പേരാണ് തൈലക്കോയിഡ്. അതുപോലെ ഈ ഗ്രാനകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്ഥിരപാളികളാണ് സ്ട്രോമ ലാമെല്ലെ. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഈ ഗ്രാനയിലാണ്. ഹരിതകം എ അല്ലെങ്കിൽ ക്ലോറോഫിൽ എ, ഹരിതകം ബി ഓർ ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയ വർണ്ണകങ്ങളാണ് ഗ്രാനയിൽ കാണപ്പെടുന്നത്. ഇതിനകത്ത് ഹരിതകം എക്ക് നീല കലർന്ന പച്ച നിറവും, ഹരിതകം ബിക്ക് മഞ്ഞ കലർന്ന പച്ച നിറവും, കരോട്ടിന് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറവും, സാന്തോഫിലിന് മഞ്ഞ നിറവുമാണ് ഉള്ളത്. ഗ്രാനയിൽ കാണപ്പെടുന്ന ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ ഹരിതകം എക്കു മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മറ്റു വർണ്ണകങ്ങളായ ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയവ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർണ്ണകങ്ങളെ സഹായക വർണ്ണകങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സഹായക വർണ്ണകങ്ങളായി പ്രവർത്തിക്കുന്ന വർണ്ണകങ്ങളാണ് ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയവ. നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് സന്തുലനം നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ഹരിതസസ്യങ്ങളാണ് കരയിലെ പ്രധാനപ്പെട്ട ഉൽപ്പാദകർ. ഈ കരയേക്കാൾ എത്രയോ വിശാലമാണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്ന കടൽ. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഓക്സിജൻ അനിവാര്യമാണ്. ഈ ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ അന്തരീക്ഷത്തിലെത്തുന്നത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെയാണ്. നമ്മുടെ അന്തരീക്ഷ വായുവിലെ ഏകദേശം 70 മുതൽ 80% വരെ ഓക്സിജനും പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വഴി പ്രദാനം ചെയ്യുന്നത് നമ്മുടെ സമുദ്രത്തിൽ കാണപ്പെടുന്ന ആൽഗകളാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഏറിയ പങ്കും നിർവഹിക്കുന്നത് സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന നീലഹരിത ആൽഗകളും സസ്യപ്ലവകങ്ങളും ചേർന്നാണ്. അടുത്തതായി നമുക്ക് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ചുരുളഴിക്കാൻ സഹായിച്ച ചില പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകളെക്കുറിച്ചും അവരുടെ കണ്ടെത്തലുകളെക്കുറിച്ചും ഒന്ന് പരിചയപ്പെടാം.
ഫസ്റ്റ് വൺ ജോസഫ് പ്രീസ്റ്റ്ലി. പ്രകാശ സംശ്ലേഷണ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച സയൻറ്റിസ്റ്റാണ് ജോസഫ് പ്രീസ്റ്റ്ലി. വാൻ നീൽ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഫലമായി പുറത്തുവരുന്ന ഓക്സിജൻ്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ച സയൻറ്റിസ്റ്റാണ് വാൻ നീൽ. മെൽവിൻ കാൽവിൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഫലമായി ഗ്ലൂക്കോസ് രൂപം കൊള്ളുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച സയൻറ്റിസ്റ്റാണ് മെൽവിൻ കാൽവിൻ. അടുത്തതായി നമുക്ക് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ രസതന്ത്രമൊന്ന് നോക്കാം. വളരെ സങ്കീർണമായ ഒരു രാസപ്രവർത്തനമാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. ആദ്യം നമുക്ക് ഈ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഇക്വേഷൻ ഒന്ന് നോക്കാം. 6CO2 + 12H2O in the presence of light and chlorophyll gives glucose, 6H2O and 6 oxygen. നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് ആവശ്യമുള്ള ഘടകങ്ങളാണ് കാർബൺ ഡയോക്സൈഡും ജലവും. ഇലകളിൽ കാണപ്പെടുന്ന ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ചെറിയ സുഷിരങ്ങൾ വഴിയാണ് കാർബൺ ഡയോക്സൈഡ് ഇലകളിൽ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ വേര് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലം സൈലം കുഴലുകൾ വഴിയാണ് ഇലകളിൽ എത്തിച്ചേരുന്നത്. ഇങ്ങനെ ആസ്യരന്ധ്രങ്ങൾ വഴി എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡും സൈലം വഴി എത്തിച്ചേരുന്ന ജലവും ലവണങ്ങളും സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചാണ് ഗ്ലൂക്കോസും ജലവും ഓക്സിജനുമായി മാറുന്നത്. ഈ രാസപ്രവർത്തനം പൂർത്തിയാവുന്നത് പ്രധാനമായും 2 ഘട്ടങ്ങളിലൂടെയാണ്. ഈ 2 ഘട്ടങ്ങളാണ് ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശഘട്ടം, അതുപോലെ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം എന്നിവ. അടുത്തതായി നമുക്ക് ഈ 2 ഘട്ടങ്ങളിലും നടക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രകാശഘട്ടം അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ. ഹരിതകണത്തിലെ ഗ്രാനയിൽ വെച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത്. സൂര്യപ്രകാശം ഉപയോഗിക്കുന്ന ഘട്ടമാണ് പ്രകാശഘട്ടം അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ. സൂര്യനിൽ നിന്നും ലഭിക്കുന്ന സൗരോർജത്തെ രാസോർജമാക്കി മാറ്റി ATP തന്മാത്രകളിൽ സംഭരിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഇലകളിൽ എത്തിച്ചേരുന്ന ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നതും ഈ പ്രകാശഘട്ടത്തിലാണ്. ഇങ്ങനെ ജലത്തിൻ്റെ വിഘടനം നടക്കുന്ന സമയത്ത് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ തന്മാത്രകളെ സസ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുകയും ഹൈഡ്രജൻ തന്മാത്രകളെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ ഇരുണ്ട ഘട്ടത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത്രയും പ്രവർത്തനങ്ങളാണ് പ്രധാനമായും പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ. ഹരിതകണത്തിലെ സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സൂര്യപ്രകാശം ഉപയോഗിക്കുന്നില്ല. പ്രകാശഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ATP തന്മാത്രയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയായാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. അതുകൊണ്ട് പ്രകാശത്തിൻ്റെ ലഭ്യത കുറയുന്ന സമയത്ത് പ്രകാശഘട്ടം നിലയ്ക്കുകയും അതോടുകൂടി ഇരുണ്ട ഘട്ടവും നിലയ്ക്കുകയും ചെയ്യും. ഈ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ ആദ്യമായി കണ്ടുപിടിച്ചത് മെൽവിൻ കാൽവിൻ എന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാർക്ക് റിയാക്ഷൻ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ ചക്രം എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ 2 ഘട്ടങ്ങളിലൂടെയാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ പൂർത്തിയാവുന്നത്. കോശത്തിലെ ഊർജ നാണയങ്ങൾ അല്ലെങ്കിൽ എനർജി കറൻസി ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്ന തന്മാത്രയാണ് ATP. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ATPയുടെ പൂർണ്ണരൂപം. നമ്മുടെ കോശങ്ങളിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജ ലഭ്യത ഉറപ്പുവരുത്തുന്നത് ഈ ATP തന്മാത്രകളാണ്.
ATP തന്മാത്ര വിഘടിച്ച് ADPയും ഫോസ്ഫേറ്റുമായി മാറുന്ന സമയത്ത് സ്വതന്ത്രമാകുന്ന ഊർജം ഉപയോഗിച്ചാണ് കോശങ്ങളിൽ സാധാരണ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിൽ ഊർജ ലഭ്യത ഉറപ്പാക്കുന്ന തന്മാത്രകളായതുകൊണ്ടാണ് ATPയെ കോശത്തിലെ ഊർജ നാണയങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്തതായി നമുക്ക് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഫലമായി രൂപം കൊള്ളുന്ന ഗ്ലൂക്കോസിന് പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഫലമായി രൂപം കൊള്ളുന്ന ഗ്ലൂക്കോസ് ജലത്തിൽ വളരെ വേഗം ലയിക്കുന്ന ഒരു തന്മാത്രയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂക്കോസിനെ സസ്യശരീരത്തിൽ ഒരിക്കലും സംഭരിക്കാൻ കഴിയുകയില്ല. ഇതുകൊണ്ട് തന്നെ സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ ജലത്തിൽ ലയിക്കാത്ത അന്നജ രൂപത്തിലാണ് ഇലകളിൽ സംഭരിക്കുന്നത്. അതിനുശേഷം സസ്യങ്ങളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ സ്രോതസ്സായും സസ്യങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും ഈ അന്നജത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ അന്നജം പിന്നീട് സൂക്രോസായി മാറുകയും സസ്യത്തിലെ ഫ്ലോയം കുഴലുകളിലൂടെ മറ്റു സസ്യഭാഗങ്ങളിൽ എത്തിച്ചേരുകയും അവിടെ വിവിധ രൂപങ്ങളിൽ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. കിഴങ്ങുവർഗ്ഗങ്ങളിൽ അന്നജമായും പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീനായും എണ്ണക്കുരുക്കളിൽ കൊഴുപ്പായും പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസായും കരിമ്പിൽ സൂക്രോസായുമാണ് ഈ അന്നജത്തെ സംഭരിക്കുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും തുലനനില പാലിക്കാൻ സഹായിക്കുകയും അതുപോലെ ഈ ജീവലോകത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ആഹാരം നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയയെക്കുറിച്ചാണ് നമ്മളിതുവരെ ചർച്ച ചെയ്തത്. അടുത്തതായി നമുക്ക് കീമോസിന്തസിസ് അല്ലെങ്കിൽ രാസസംശ്ലേഷണം എന്താണെന്ന് നോക്കാം. പ്രകാശ സംശ്ലേഷണ പ്രക്രിയ പോലെ തന്നെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നൊരു പ്രക്രിയയാണ് കീമോസിന്തസിസ് അല്ലെങ്കിൽ രാസസംശ്ലേഷണം. രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് രാസസംശ്ലേഷണം എന്നറിയപ്പെടുന്നത്. കരയിലും കടലിലുമെല്ലാം കാണപ്പെടുന്ന സൾഫർ ബാക്ടീരിയകൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ രാസസംശ്ലേഷണ പ്രക്രിയ വഴിയാണ്. രാസസംശ്ലേഷണ പ്രക്രിയ വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവയല്ല. സസ്യങ്ങളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്തത്. ബേസിക് സയൻസിലെ അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.